ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. നിങ്ങൾ കാണുന്നത് എവരിഡേ വൈബ്സ് വിത്ത് ദിവ്യ. ഇന്നത്തെ വീഡിയോയിൽ നാം ഒരു ഫ്രഷ് മീൻ വൃത്തിയാക്കുന്നതും 2 ദിവസമൊക്കെ നന്നായിട്ട് തന്നെ ഫ്രഷായിട്ട് എങ്ങനെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ 3 സൈസ് മീനാട്ടോ എടുത്തേക്കുന്നത്: മത്തി, ചാള, മങ്കട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത മീനാട്ടോ. ഇതിപ്പം കട്ട് ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്താലും കുറച്ചൊക്കെ ക്ലീൻ ചെയ്താൽ എന്തായാലും കാണും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെതമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം മത്തി നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം. അതിന് മുമ്പിട്ടായിട്ട് ഞാൻ കൊണ്ടുവന്ന കവറുകളൊക്കെ ഒന്ന് കഴുകി ഉണക്കി നമുക്ക് പ്ലാസ്റ്റിക് ഒന്ന് സൂക്ഷിക്കുന്ന സ്ഥലത്തോട്ട് വെക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പം ചെതമ്പലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ചാള ഇവിടെ പറയും കേട്ടോ, മത്തി ചാള നല്ല നെയ്യ് മത്തിയാട്ടോ. അങ്ങനെ മത്തിയും കഴുകി അയിലയുടെ അകത്തുള്ള അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വരവിയെടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ 2-3 ദിവസം, അതായത് കുറേ അധികം മീൻ കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് മീൻ ഞാൻ സൂക്ഷിക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഒരു പാത്രം എടുക്കണം. നമുക്ക് ആവശ്യമുള്ള മീൻ, അതായത് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഇത്രയും മതി, നാളെ ഇത്രയും മതി, അങ്ങനെയുള്ളൊരു തരം തിരിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിലോട്ട് ഞാനിപ്പം നാളത്തേക്ക് മറ്റന്നാളത്തേക്കായിട്ട് മീൻ വെക്കുന്നത് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് മീൻ, അത് നികത്തി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് കറിയും കൂടെ വെക്കാനുണ്ട്, കുറച്ച് അരപ്പ് പുരട്ടിയും വെക്കണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. മങ്കടയാണ് ഞാനിപ്പം കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തി വറക്കാനും പിന്നെ അയില ഇന്നത്തേക്കല്ല തൊട്ടടുത്ത ദിവസത്തേക്കൊക്കെ അരപ്പ് വരട്ടിയും കൂടെ വെച്ചേക്കാം. ആദ്യം ഞാനിപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകാട്ടോ എടുക്കുന്നത്. അതാണ് നല്ല ടേസ്റ്റ്. പൊടിച്ച കുരുമുളകിനേക്കാളും നല്ലത് നമ്മുടെ ഈ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ എടുക്കുന്നത്. കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അങ്ങനെ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ, കാരണം നമ്മൾ അരപ്പ് പുരട്ടുമ്പം കൈ നന്നായിട്ട് നീറും. അപ്പം അങ്ങനെ മീനൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടണം കേട്ടോ. ഞാനിപ്പം മത്തിയും അയിലയും വറക്കാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചു. നമുക്കിനി മീൻ കറി വെക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടായിട്ട് ഞാൻ തേങ്ങ വറുത്തരച്ച് മങ്കട കറി വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു സന്ധ്യ സമയമായിട്ടോ. അപ്പോൾ ചോറ് കുറച്ചേ ഉള്ളായിരുന്നു. കുറച്ചും കൂടെ ഒരു ചോറ് തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിലോട്ട് ചോറും കൂടെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തേങ്ങയൊക്കെ വറക്കാനായിട്ട് അതിനകത്ത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉലുവ, കുരുമുളക് എല്ലാം ആയിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് തേങ്ങ വറുക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം കറിയിലേക്കല്ല, നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും പുളിയും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നമ്മുടെ മങ്കട അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അത് അവിടെ നിന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതായത് എനിക്ക് മോര് കാച്ചണം കേട്ടോ പിറ്റേ ദിവസം. അപ്പം പിന്നെ ആ 2 പണിയില്ല, മീൻ കറിയും സെറ്റായി നമ്മുടെ മോര് കറിയും സെറ്റാവും. അങ്ങനെ മോര് കറി വെക്കാം. അങ്ങനെ മോര് കറിക്കുള്ള കടുവൊക്കെ വറുത്തിട്ട് ഞാൻ അങ്ങനെ വെക്കുക കേട്ടോ. ഇന്നത്തെ തൈരിന് അത്ര കട്ടി പോരാ, അതുകൊണ്ട് ഇത്തിരി വെള്ളം കുറച്ച് വേണം ഇന്ന് തൈര് വെക്കാൻ, അതായത് മോര് കറിയാക്കാൻ. അപ്പം മോര് കറിക്കകത്ത് ഞാൻ കടുവിട്ട് മുളകും അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേക കളറാണ് നമ്മുടെ മോരിന്. അങ്ങനെ നമ്മുടെ ഏകദേശം മോര് കറി റെഡിയായി, ചോറ് റെഡിയായി, മീൻ കറി സെറ്റാക്കി. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേൻ്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി കുളിക്കുക, വിളക്കെത്തിക്കുക, ഇത്ര മാത്രം. അങ്ങനെ നമ്മുടെ ക്ലീനിങ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം പണിയൊക്കെ ഇവിടെ കഴിയും. അപ്പം അന്നേരമുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് മീൻ കറി ഒന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ കുറച്ച് ചോറും കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്താൽ മതി. അപ്പം മോര് കറിയായും നമുക്ക് ചോറായി. പിന്നെ കഴിക്കാറാകുമ്പോഴത്തേക്കും പിന്നെ
മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ കുഞ്ഞു വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.